നമസ്കാരം. എൻ്റെ പേര് ഗോപകുമാർ PR. ഞാൻ പട്ട SUT ഹോസ്പിറ്റലിലെ ഡയാലിസിസ് യൂണിറ്റിൻ്റെ മാനേജറാണ്. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഡയാലിസിസിനുള്ള RO വാട്ടറിനെ കുറിച്ചാണ്. അതായത് പലർക്കും ഡയാലിസിസ് ചെയ്യുന്നതേ അറിയത്തുള്ളൂ. ഇതിൻ്റെ പിന്നിലുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ആർക്കും അറിയത്തില്ല. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. ഡയാലിസിസിനുള്ള RO വാട്ടർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹൈലി സ്റ്റെറൈൽ വാട്ടറാണ്. അതായത് നമ്മളെ AMI സ്റ്റാൻഡേർഡാണ്. AMI എന്ന് പറഞ്ഞാൽ അസോസിയേഷൻ ഓഫ് അഡ്വാൻസ്മെൻറ്റ് മെഡിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷൻ. അതായത് ഒരു യൂറോപ്യൻ സ്റ്റാൻഡേർഡിലുള്ള ഇതിൽ ക്വാളിറ്റിയാണ് നമ്മൾ ഡയാലിസിസിന് എപ്പോഴും നമ്മൾ വാട്ടർ യൂസ് ചെയ്യുന്നത്. അതിന് നമുക്ക് ഒരുപാട് പ്രൊസീജിയറുകളുണ്ട്. കാര്യം നമുക്ക് ഔട്ടർ സൈഡിൽ നിന്ന് വരുന്ന വെള്ളം ഇപ്പം കോർപ്പറേഷൻ്റെ ആയാലും അതല്ലെങ്കിൽ ബോർവെല്ലിൽ നിന്നാണ് വരുന്ന ഒരുപാട് കെമിക്കലും ഇതൊക്കെ അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ അതിനെയെല്ലാം നമുക്ക് റിമൂവ് ചെയ്തിട്ട് വേണം നമുക്ക് ഡയാലിസിസിനുള്ള വാട്ടറാക്കി വേണം. അതിന് നമുക്ക് ഒരു 3-4 സ്റ്റേജ് ഉണ്ട്. അതായത് പ്രീ ട്രീറ്റ്മെൻറ്റ് സൈഡിൽ ഇതിന് 3-4 ഫിൽറ്ററുകളുണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് സാൻ ഫിൽറ്ററാണ്. സാൻ ഫിൽറ്റർ അതിനകത്ത് നമുക്ക് ഔട്ടർ സൈഡിൽ നിന്ന് വരുന്ന വെള്ളത്തിനകത്ത് ധാരാളം മഡ് ചെളി അടങ്ങിയിരിക്കുന്നതാണ്. അപ്പോൾ അത് നമ്മൾ നീക്കണം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ സാൻ ഫിൽറ്റർ യൂസ് ചെയ്ത് ഇത് മാറ്റിയിട്ട് സെക്കൻഡ് സ്റ്റേജ് വരുന്ന കാർബൺ ഫിൽറ്ററാണ്. കാർബൺ ഫിൽറ്ററിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ധാരാളം ക്ലോറിനാണ്, ഹൈ ക്ലോറിനേറ്റഡ് വാട്ടറാണ് നമുക്ക് കയറി വരുന്നത്. അതുപോലെ അലൂമിനിയം ഇങ്ങനെയുള്ള ഒരുപാട് ധാരാളം ഹൈ കെമിക്കൽസ് കയറി വരുന്നതാണ്. അപ്പോൾ ഇതിനെ റിമൂവ് ചെയ്യുകയാണ് നമ്മൾ ഈ കാർബൺ ഫിൽറ്റർ വെച്ചിട്ട്. അതിന് ശേഷം ഇതെല്ലാം നീക്കിയതിന് ശേഷം അടുത്തത് നമ്മൾ പോകുന്നത് സോഫ്റ്റ്നറിലേക്കാണ്. സോഫ്റ്റ്നർ എന്ന് പറഞ്ഞാൽ നമുക്ക് വരുന്ന വെള്ളത്തിന് വളരെ ഹാർഡ് വാട്ടറാണ്. ആ ഹാർഡ് വാട്ടറിനെ നമ്മൾ സോഫ്റ്റ് ചെയ്തിട്ട് വേണം. അതുപോലെ അതിനകത്ത് സോഡിയം റീപ്ലേസ്മെൻറ്റും ഉണ്ട്. കാര്യം നമുക്ക് ഇതിനകത്ത് കാൽഷ്യം കൂടുതലാണ്. കാൽഷ്യത്തിനെ നീക്കിയിട്ട് ഒരു സോഡിയം കൊടുത്ത് 2 കാൽഷ്യത്തിനെ റീപ്ലേസ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള റീപ്ലേസ്മെൻറ്റ് അതിനകത്ത് നടക്കുന്നുണ്ട്. അപ്പം അതിനകത്ത് ഹാർഡ് വാട്ടറിനെ നമ്മൾ സോഫ്റ്റ് ചെയ്ത് വിടുക. അടുത്തത് വരുന്നതെന്ന് പറഞ്ഞാൽ ഡീഅയണൈസറാണ്. ഡീഅയണൈസറിനകത്ത് നമ്മൾ ധാരാളം അയൺ കണ്ടൻറ്റ് കണ്ടമാനം വരുന്നതാണ്. അത് പ്രത്യേകിച്ച് നമുക്ക് ബോർവെൽ വാട്ടർ വരുന്നതിനകത്ത് അയൺ കണ്ടൻറ്റ് വളരെ കൂടുതലാണ്. അപ്പോൾ ആ അയൺ കണ്ടൻറ്റിനെ നമ്മൾ റിമൂവ് ചെയ്ത് വേണം അടുത്ത സെക്ഷനായിട്ടുള്ള നമ്മുടെ ഡയാലിസിസ് മെംബ്രെയിനകത്തോട്ട് കയറ്റി വിടുക. RO മെംബ്രെയിനകത്തോട്ട് കയറ്റി വിടുക. അപ്പോൾ ഈ RO മെംബ്രെയിനകത്തോട്ട് കയറ്റി വിടുന്നതിന് മുമ്പേ തന്നെ നമ്മളൊരു 1 മൈക്രോൺ ഫിൽറ്റർ വെക്കും. കാര്യം എന്തെങ്കിലും ഒരു പാർട്ടിക്കിൾസ് വന്നു കഴിഞ്ഞാൽ മെംബ്രെയിനകത്തോട്ട് പോകാൻ പാടില്ല. അതിന് നമ്മളൊരു 1 മൈക്രോൺ ഫിൽറ്റർ വെച്ച് അതിനകത്ത് തന്നെ ഹൈ പ്രഷർ പമ്പുണ്ട്. ഈ ഹൈ പ്രഷർ പമ്പാണ് നമ്മൾ ഈ ക്ലീൻ ചെയ്ത് വെക്കുന്ന റോ വാട്ടറായി, അതായത് നമ്മൾ സാൻ ഫിൽറ്റർ, കാർബൺ ഫിൽറ്റർ, ഡീഅയണൈസർ, സോഫ്റ്റ്നർ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ റോ വാട്ടറാക്കി നമ്മൾ ടാങ്കിനകത്തു നിന്നാണ് നമ്മൾ ഇത് മെംബ്രെയിനകത്തോട്ട് ഹൈ പ്രഷർ പമ്പ് വഴി നമ്മൾ ഈ RO മെംബ്രെയിനകത്ത് വെച്ചിട്ടാണ് ഓസ്മോസിസ് ആയിട്ട് നടന്നിട്ട്. കാര്യം ഇതിനകത്തുള്ള ഈ ഹൈ കെമിക്കൽസ് എല്ലാം റിമൂവ് ചെയ്ത് ഏറ്റവും ലോ മിനറൽസ് ആയിട്ട്, അതായത് നമുക്ക് വരുന്നതെല്ലാം ഹൈ മിനറൽസ് ആണ് വരുന്നത്, അതിനെ ലോ മിനറൽസ് ആയിട്ട്, ഡയാലിസിസിന് എപ്പോഴും ആവശ്യം ലോ മിനറൽസ് ആണ്. ആ ലോ മിനറൽസ് ആക്കിയിട്ടാണ് നമ്മൾ പ്രോഡക്റ്റ് ടാങ്ക് എന്ന് പറഞ്ഞ ടാങ്കിനകത്തേക്ക് ഇത് കളക്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ മിഷനകത്തോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഈ മിഷനകത്തോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് മുമ്പേ തന്നെ നമ്മൾ റീസർക്കുലേഷൻ പമ്പുണ്ട്. ഈ റീസർക്കുലേഷൻ പമ്പാണ് നമ്മൾ മിഷനകത്തോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഈ റീസർക്കുലേഷൻ പമ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു അൾട്രാ വയലറ്റ് ലൈറ്റ്, ഒരു 1 മൈക്രോൺ ഫിൽറ്റർ, ഇത് രണ്ടും നമ്മൾ വരും. ഈ അൾട്രാ വയലറ്റ് ലൈറ്റിനകത്തൂടാണ് ഈ വെള്ളം നമ്മൾ മിഷനകത്ത്. കാര്യം ഏതെങ്കിലും ഒരു പാർട്ടിക്കിൾസ് വന്നു കഴിഞ്ഞാൽ, ഒരു ബാക്ടീരിയ വന്നാൽ ഒരു കാരണവശാലും അതിനെ മിഷനകത്തോട്ട് വിടത്തില്ല, അതിനെ കില്ല് ചെയ്യും. അത് ആ അതിനകത്ത് നമ്മുടെ 1 മൈക്രോൺ ഫിൽറ്ററിനകത്ത് തന്നെ നിൽക്കും. അത് ഒരു കാരണവശാലും മിഷനകത്തോട്ട് പോകത്തില്ല. ഇത് നമ്മൾ ഇത്രയും പ്രൊസീജിയർ, ഈ പ്രോഡക്റ്റ് വാട്ടർ നമ്മൾ മിഷനകത്തോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് തിരിച്ച് ഇതിങ്ങനെ റീസർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ബ്ലോക്ക് ചെയ്യാനേ പാടില്ല. അത് തന്നെയല്ല, ഇത് 24 hours റണ്ണിങ് ആയിരിക്കണം. ഒരു 2 hours 3 hours നമ്മളിത് ഷട്ട് ഡൗൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ ബാക്ടീരിയൽ ഗ്രോത്ത് ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അത് കാരണം ഇത് കണ്ടിന്യൂസ് റീസർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എവറി ഡേ. അത് നമ്മൾ ഷട്ട് ഡൗൺ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എവറി സാറ്റർഡേ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. നമ്മൾ സാറ്റർഡേ മിഡ് നൈറ്റ്
ഒരു സൺഡേ കേസ് നമ്മൾ ആഫ്റ്റർനൂണേ എടുക്കാറുള്ളൂ. അതുകൊണ്ട് നമ്മൾ സാറ്റർഡേ ആകുമ്പോഴത്തേക്ക് മിഡ്നൈറ്റ് നമ്മൾ ഇത് കെമിക്കൽ കൊടുത്ത് നമ്മൾ റീസർക്കുലേഷൻ ഇട്ട് ഇൻക്ലൂഡിങ് മിഷൻ ഉൾപ്പെടെ എല്ലാം റിൻസിട്ട് കെമിക്കൽ ഫില്ല് ചെയ്ത് നമ്മൾ ഷട്ട് ഡൗൺ ചെയ്തിടും. നെക്സ്റ്റ് ഡേ ഏതാണ്ട് ഒരു 10 മണിക്കൂറിന് ശേഷമാണ് നമ്മൾ ഇതെല്ലാം വാഷ് ഔട്ട് ചെയ്ത് നെക്സ്റ്റ് ഡേ വാഷ് ഔട്ട് ചെയ്ത് ഇത് 2-3 പ്രാവശ്യം ഇതെല്ലാം ടാങ്ക് നിറച്ച് ക്ലീൻ ചെയ്ത് നമ്മളതിൻ്റെ pH ചെക്ക് ചെയ്ത് ക്ലോറിമിൻ ചെക്ക് ചെയ്ത് എന്നിട്ട് നമ്മൾ പേഷ്യൻറ്റിനെ എടുക്കുന്നത്. എപ്പോഴും pH നോക്കുക. കാര്യം pH വാട്ടറിൻ്റെ ഡയാലിസിസ് വാട്ടറിൻ്റെ pH എന്ന് പറഞ്ഞാൽ 6.5 to 7 ആണ് നമ്മൾ pH യൂസ് ചെയ്യുന്നത്. അതുപോലെ അതിൻ്റെ ഹാർഡ്നെസ് 10 ppm താഴെ ആയിരിക്കണം എപ്പോഴും ഇതിൻ്റെ ഹാർഡ്നെസ് എന്ന് പറയുന്നത്. അതുപോലെ എവരി മന്ത് നമ്മൾ ഇതിൻ്റെ കെമിക്കൽ ബാക്ടീരിയൽ ഇത് വിടേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള എന്തെങ്കിലും എൻഡോടോക്സിനോ ബാക്ടീരിയയോ അടങ്ങിയിട്ടുണ്ടോ എന്നറിയാൻ നമ്മളെല്ലാ മാസവും നമ്മൾ മന്ത്ലി ടെസ്റ്റ് ചെയ്യാം. ബാക്ടീരിയൽ ലെവലെന്ന് പറയുന്നത് ലെസ് ദാൻ 100 ആയിരിക്കണം. അതുപോലെ ഇതിൻ്റെ എൻഡോടോക്സിൻ ലെവൽ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 0.25 ആയിരിക്കണം. അപ്പോൾ എപ്പോഴും അത് നമ്മൾ അത് റെക്കോർഡ് ചെയ്യുക. അതുപോലെ എല്ലാ മാസവും ഇത് വിടുക. അതുപോലെ 6 മാസത്തിൽ ഇതിൻ്റെ കെമിക്കൽ അനാലിസിസ്. കാര്യം ഈ മെംബ്രെയിൻ എന്തെങ്കിലും ഡാമേജ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വരുന്നതെല്ലാം ഹൈ മിനറൽസ് ആയിട്ട് മാറും. അപ്പം അതിന് നമ്മളെല്ലാ 6 മാസത്തിലും നമ്മൾ കെമിക്കൽ അനാലിസിസ് നമ്മൾ ചെയ്തേ പറ്റും. അതാണ് നമ്മൾ പ്രത്യേകിച്ച് ഈ RO വാട്ടർ എന്ന് പറയുന്നത് ഏറ്റവും ഹൈലി സ്റ്റാൻഡേർഡാണ്. നമ്മൾ ഈ മെംബ്രെയിനകത്തു നിന്ന് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് വാട്ടർ എന്ന് പറയുന്ന 40% ആണ് പ്യുവർ മിനറൽ വാട്ടർ എന്ന് പറയുന്നത്. ബാക്കി 60% റിജക്ഷൻ വാട്ടറാണ്. ആ കിട്ടുന്ന 40% എന്ന് പറയുന്നത് 100% പ്യുവർ മിനറൽ വാട്ടർ. അതാണ് നമ്മൾ ഡയാലിസിസിനായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഓർക്കുന്നു. നമസ്കാരം.